ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നലെ നമുക്ക് ടെൻ്റ് അടിക്കേണ്ട സാഹചര്യമാണ് വന്നത്. അപ്പോൾ അതേ ബാക്കിലായിട്ട് ടെൻ്റ് അടിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി കയറാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തിനൊക്കെ വയ്യാണ്ട് വന്നപ്പോൾ പിന്നെ കയറാനുള്ള സാഹചര്യം ഉണ്ടായില്ല. നമ്മൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ബാമ്പ് വരെ കവർ ചെയ്തിട്ടോ താഴേന്ന്. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് ഹിമാലയ പിടിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ കാലിലെ ലിഗമെൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ തൂങ്ങിയാണ് നടക്കുന്നത്. ഇനി എന്താവുമെന്ന് അറിയില്ല. ഇനിയുള്ള മലയൊക്കെ അങ്ങ് കഠിനമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ളവരാണെങ്കിൽ മാക്സിമം റെസ്റ്റൊക്കെ എടുത്ത് കയറിയാൽ മതി കേട്ടോ. വെറുതെ ധൃതി പിടിച്ച് കയറി കണ്ടിട്ട് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുമാതിരി ബുദ്ധിമുട്ടൊന്നും വരുത്തി വെക്കണ്ട. അപ്പോൾ സേഫായിട്ട് എല്ലാവരും വരാൻ നോക്കുക. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷ ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണും. അപ്പോൾ എല്ലാവരും വരാൻ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോണ വീഡിയോസും കാര്യങ്ങളും കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ബാമ്പൂന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കാല ലിഗമെൻ്റ് പോയിരിക്കണല്ല. അപ്പോൾ ബുദ്ധിമുട്ടാണ് കുറച്ച്. എങ്ങനെയെങ്കിലും ലക്ഷ്യ സ്ഥലത്തോട്ട് എത്തണം, അതാണ് പ്ലാൻ. നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. നമുക്ക് കാണാതെ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഓക്കെയാണ്. ഇനി പോണ വഴി എന്താവുമെന്ന് അറിയില്ല, നോക്കണം. അപ്പോൾ കാണാം. ഈ കാണുന്ന വഴിയൊക്കെ ബാമ്പൂന്ന് മേളിട്ട് കയറാനുള്ള കേട്ടോ. എൻ്റെ കാല് പോയിരിക്കണോണ്ട് എനിക്ക് പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. അയ്യോ, എല്ലാവരും വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു മൂവെങ്കിലും എടുത്തിട്ട് വേണ്ട. ഇവിടെ ഒന്നുമില്ലാണ്ട് പെട്ടുപോയി. അങ്ങോട്ട് കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഹലോ ഗൈസ്, ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല മനോഹരമായിട്ടാണ്. അടിയിൽ കൂടി നല്ല വെള്ളച്ചാട്ടമൊക്കെ പോകണം. ഒച്ചയൊക്കെ നല്ല രസമാണ്. ഒരു വെള്ളച്ചാട്ടം അടിയിൽ കൂടി പോകുന്നുണ്ടാ നീങ്ങി കേൾക്കണത്. ഞാൻ നടക്കണേട്ടോ, ലിഗമെൻ്റ് പോയി. ഇനിയുണ്ട് ഒരുപാട് ദൂരം. പകുതിയായിട്ട് നടന്ന്. എൻ്റെ ചുറ്റിനും കാടാട്ടാ, വേറെ ആരും ഇല്ല കൂടെ. സൂര്യനടിക്കണണ്ടാ. അയ്യോ, ഇതാ കാണുന്ന മഞ്ഞുമലയാട്ടാ. മലയൊക്കെ ക്ലിയർ ആവില്ല. ഇനി കുറച്ച് ഒരുപാട് ദൂരം കൂടി നടക്കാണ്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മുടെ വെള്ളം കയറുന്നു പോണ വഴി ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓൾറെഡി വെള്ളം കളത്തിലേക്ക് പോകണം. അല്ലെങ്കിൽ നമുക്ക് പണി കയറാൻ പറ്റില്ല. ഞാൻ വെള്ളം നമ്മ ബാമ്പൂന്ന് നടന്ന് ഡൊവാനിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ടു ഡൊവാൻ. ഇനി ബാക്കി അങ്ങോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ ലിഗമെൻ്റ് പോയിട്ട് ഒട്ടും അനങ്ങാൻ വയ്യ. ആയ പ്രശ്നം ഇത് നോക്കി. വെൽക്കം ടു ഡൊവാൻ. പിന്നെ അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഹിമാലയായിട്ട് 2 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് നീങ്ങി തുടങ്ങണം. ഇത് ഡൊവാനിലെ വില്ലേജ് കേട്ടോ. ഡൊവാൻ പതുക്കെ നടന്ന് കയറണേ. പൊക്കത്ത് നല്ല മഞ്ഞുമല കേട്ടോ. അവിടെ വരെ എത്തിയാൽ മതിയായിരുന്നു. കയറിക്കൊണ്ടിരിക്കണ മതി.
ഗൈസ് അപ്പോൾ ഈ വെള്ളം ചാടിക്കടന്ന് വേണം കേട്ടോ പോവാൻ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കണ. അപ്പോൾ ഒട്ടും വയ്യ, എന്നാലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. നടക്കണ കേട്ടോ അമ്മ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ മല കയറിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ എനിക്ക് കാലിന് വയ്യാണ്ട് വന്നായിരുന്നു. ലിഗമെൻറ്റ് പോയപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത് പുള്ളിയായിട്ട്. അപ്പോൾ പുള്ളിയുടെ അപ്പം ഞാൻ ഇപ്പം അസാമിൽ നിന്നാട്ടോ. അപ്പോൾ എന്നെ വേണ്ട പോലെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ ആയിട്ട് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.